നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോക മുൻ ചെസ് ചാമ്പ്യനായിരുന്ന ബോബി ഫിഷറും യുഎസിലെ വളരെ സ്ട്രോങ് GM ആയിട്ടുള്ള സാമുവൽ റഷസ്കിയും തമ്മിൽ നടന്ന ഒരു ഗെയിമാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ഗെയിമിൽ വെളുത്ത കരുക്കൾ എടുത്തിരിക്കുന്നത് ബോബി ഫിഷറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റിന്റെ സൈഡിൽ നിന്നായിരിക്കും ഈ ഗെയിം അനലൈസ് ചെയ്യുക. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം ആരംഭിക്കുന്നു. ഇതിന് മറുപടി എന്ന രീതിയിൽ ബ്ലാക്ക് C5ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. ഈ ഓപ്പണിങ്ങിനെ നമ്മൾ പൊതുവെ സിസിലിയൻ ഡിഫൻസ് എന്നാണ് വിളിക്കുന്നത്. സിസിലിയൻ ഡിഫൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം ഈ കാണുന്ന D4 സ്ക്വയറിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. നിങ്ങൾക്ക് മൂവുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ തീം കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്ത വൈറ്റിന്റെ മൂവാണ്. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ നേടിയെടുക്കുക എന്നുള്ളതാണ് വൈറ്റിന്റെ ലക്ഷ്യം. ഇതിന് മറുപടി എന്ന രീതിയിൽ ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ D4 സ്ക്വയറിലേക്ക് ബ്ലാക്കിന്റെ 2 പീസുകളും വൈറ്റിന്റെ ഒരു പീസിന്റെയും കൺട്രോളാണുള്ളത്. ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി വൈറ്റ് അടുത്തതായിട്ട് D4ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്യൂനിന്റെയും അതുപോലെ ഈ നൈറ്റിന്റെയും കൺട്രോൾ ഈ സ്ക്വയറിലേക്ക് വന്നു കഴിഞ്ഞു. ബ്ലാക്ക് വെട്ടിയെടുക്കുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ റീക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് G6ലേക്ക് പോണിനെ പുഷ് ചെയ്യുകയാണ്. അടുത്ത മൂവുകളിൽ ഈ ബിഷപ്പിനെ G7ലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് വീണ്ടും ഈ സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുക എന്നുള്ളതാണ് ബ്ലാക്കിന്റെ ലക്ഷ്യം. അടുത്ത വൈറ്റിന്റെ മൂവാണ്. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലാക്ക് ബിഷപ്പിനെ G7ലേക്ക് കൊണ്ടുവരികയും ഈ സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഈ സ്ക്വയറിലേക്ക് ഇപ്പോൾ ബ്ലാക്കിന്റെ 2 പീസുകളാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനൊരു ഡിഫൻസ് നൽകാൻ വേണ്ടി വൈറ്റ് അടുത്തതായി ബിഷപ്പിനെ E3ലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത ബ്ലാക്കിന്റെ മൂവാണ്. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് കൊണ്ടുവരികയും ഈ പോണിലേക്ക് ഒരു അറ്റാക്ക് നൽകുകയും ചെയ്യുന്നു. ബ്ലാക്ക് അടുത്തതായിട്ട് ക്യാസിൽ ചെയ്യുന്നു. ഈ ഒരു പൊസിഷൻ മുതലാണ് നമ്മൾ കൃത്യമായി ഈ ഗെയിം അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വൈറ്റ് അഥവാ ബോബി ഫിഷർ മൂവ് ചെയ്തത് ഈ ബിഷപ്പിനെ B3ലേക്കാണ്. ഇത് കാണുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ഓൾറെഡി ഗെയിമിലേക്ക് മൂവ് ചെയ്ത ബിഷപ്പിനെ വീണ്ടും എന്തിനാണ് ഒരു കാരണവുമില്ലാതെ വൈറ്റ് B3ലേക്ക് മൂവ് ചെയ്യിച്ചത്? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ ഓപ്പണിംഗ് നിയമം അനുസരിച്ചിട്ട് ഓപ്പണിംഗ് ഘട്ടത്തിൽ ഒരു പീസിനെ ഒന്നിൽ കൂടുതൽ തവണ മൂവ് ചെയ്യിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും ലോക ചെസ് ചാമ്പ്യനായിരുന്ന ഒരു വ്യക്തി 2 തവണ മൂവ് ചെയ്തു. ഇവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പൊസിഷനിൽ ക്യാസിൽ ചെയ്യാമായിരുന്നു. ആ മൂവ് പോലും നടത്താതെയാണ് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യിച്ചത്. ഇതിന്റെ പിന്നിലുള്ള കാരണം ഞാൻ വളരെ ചുരുക്കി പറയാം. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. വൈറ്റിന്റെ ഈ ബിഷപ്പ് വളരെ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഈ പോണിലേക്ക് നൽകിയിരിക്കുന്നത്. ബ്ലാക്കിന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു ലോങ് ടേം പ്രോബ്ലമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി ബ്ലാക്ക് സാധാരണ ചെയ്യുന്നത് ഈ നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവരികയും ഈ ബിഷപ്പിന് ഒരു അറ്റാക്ക് നൽകുകയും ചെയ്യും. പക്ഷെ നിലവിലെ അവസ്ഥയിൽ ഇങ്ങനെ നൈറ്റിനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ ബിഷപ്പ് ഒരു പ്രശ്നവുമില്ലാതെ തന്നെ D3ലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ബ്ലാക്കിന്റെ നൈറ്റ് A5ലേക്ക് വന്ന മൂവ് ഒരു ഉപകാരമില്ലാത്തൊരു മൂവായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ നിലവിലെ അവസ്ഥയിൽ ബ്ലാക്കിന്റെ നൈറ്റ് A5ലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇതേ ബിഷപ്പിനെ നമ്മൾ B3ലേക്ക് കൊണ്ടുവന്നാൽ ബ്ലാക്കിന് വേണമെങ്കിൽ ഈ നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവന്ന ശേഷം ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു മൂവ് ഒന്ന് പുറകോട്ട് പോവാം. വൈറ്റ് ഈ പൊസിഷനിൽ ഉദ്ദേശിക്കുന്നത് ഈ ബിഷപ്പിനെ മനഃപൂർവ്വം B3ലേക്ക് കൊണ്ടുവരികയും ഇത് കാണുന്ന ബ്ലാക്ക് ബിഷപ്പിനെ വെട്ടാൻ വേണ്ടി നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു ചിന്തയാണ്. സത്യത്തിൽ ഈ നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വൈറ്റ് എടുത്തൊരു തന്ത്രമാണ് ഓൾറെഡി കളിയിലേക്ക് വന്ന ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യിച്ചത്. അടുത്ത ബ്ലാക്കിന്റെ മൂവാണ്. ബ്ലാക്ക് നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ വൈറ്റ് ഒരുക്കിയ ട്രാപ്പിലേക്ക് ബ്ലാക്ക് വന്നു വീണു എന്നാണ് നമ്മൾ കരുതേണ്ടത്. അടുത്തത് വൈറ്റിന്റെ മൂവാണ്. വൈറ്റ് അടുത്തതായിട്ട് E4 പോണിനെ E5ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ബ്ലാക്കിന് ഈ പൊസിഷനിൽ പ്രധാനമായും 2 മൂവുകളാണ് സാധ്യമായിട്ടുള്ളത്. ഒന്ന്, ഈ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഈ നൈറ്റിനെ സേഫ്റ്റിയിലേക്ക് മൂവ് ചെയ്യിക്കാം. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇതിൽ ഏത് മൂവാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യവും അതിന്റെ പിന്നിലുള്ള ലോജിക്കും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എത്തിച്ചേരുന്ന അതേ നിഗമനത്തിൽ തന്നെയാണോ മറ്റുള്ളവരും എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാം. ഈ ഗെയിമിൽ ബ്ലാക്ക് മൂവ് ചെയ്തത് ഈ നൈറ്റിനെ E8ലേക്കാണ്. സത്യത്തിൽ ഇതൊരു നല്ലൊരു മൂവല്ല. പകരം ബ്ലാക്ക് ചെയ്യേണ്ടിയിരുന്നത് ഈ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു പീസ് നഷ്ടപ്പെടുന്നതല്ലേ എന്ന്. സത്യത്തിൽ ബ്ലാക്കിന് ഒരു പീസ് നഷ്ടപ്പെട്ടാൽ പോലും ഈ ഗെയിം സമനിലയിൽ പിടിക്കാൻ ബ്ലാക്കിന് കഴിയുമായിരുന്നു. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലാക്ക് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് ഈ നൈറ്റിനെ വെട്ടിയെടുക്കും. ബ്ലാക്ക് റൂക്കിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം ബ്ലാക്കിന്റെ റൂക്ക് E8ലേക്ക് വരുന്നു. ഈ പൊസിഷനിൽ എല്ലാവരും ചിന്തിക്കുന്നത് അടുത്തതായിട്ട് ഈ ക്യൂവിനെ കൊണ്ട് ഈ നൈറ്റിനെ വെട്ടിയെടുക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു മണ്ടത്തരമാണ്. ഈ പൊസിഷനിൽ കൃത്യമായ മൂവ് ഈ പോണിനെ F4ലേക്ക് മൂവ് ചെയ്യിക്കുകയും ഈ സ്ക്വയറിന്റെ കൺട്രോൾ നേടിയെടുക്കുകയും വേണം. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം.
ക്യൂന് കൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഉടനെ തന്നെ ബ്ലാക്ക് പോൺ E5ലേക്ക് മൂവ് ചെയ്യുന്നതാണ്. നൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബ്ലാക്കിന്റെ D7 പോണ് D5ലേക്ക് വരുന്നതാണ്. അപ്പോൾ വൈറ്റിന്റെ ഭാഗത്ത് സെൻട്രലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കിങ്ങിനെ കാണാം. അതുപോലെ തന്നെ അടുത്ത പൊസിഷനിൽ ഒരു പീസ് നഷ്ടപ്പെടുന്ന രീതിയിലുമാണ് കാര്യങ്ങളുള്ളത്. ബ്ലാക്കിന്റെ 2 പീസുകളും വളരെ ആക്റ്റീവായ സ്ക്വയറിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ബ്ലാക്കിന് ഒരു പീസ് ഡൗൺ ആണെങ്കിൽ പോലും ഈ ഗെയിമിൽ ഒരു കൃത്യമായ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ബ്ലാക്കിന് സാധിക്കുന്നതാണ്. പക്ഷേ ഇത്തരം കാൽക്കുലേഷൻസ് ബ്ലാക്കിന് ശ്രദ്ധയിൽപ്പെടാതെ പോവുകയും ബ്ലാക്ക് ഈ ഗെയിമിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നൈറ്റിനെ E8ലേക്ക് മൂവ് ചെയ്യിച്ചു. അടുത്ത വൈറ്റിന്റെ മൂവ് ആണ്. എന്തായിരിക്കും വൈറ്റ് ഈ ഘട്ടത്തിൽ മൂവ് ചെയ്യേണ്ടത്? എന്റെ ചാനൽ കാണുന്ന എല്ലാവരും സ്ഥിരമായി കാണുന്ന മറ്റൊരു ചാനലാണ് ചെസ് ബാറ്റിൽസ് മലയാളം. ആ ചാനലിൽ അറ്റാക്കിംഗ് ഗെയിമുകൾ ഒരുപാട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഇവിടെയുള്ള കൃത്യമായ മൂവ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവും. ഇവിടെ വൈറ്റ് മൂവ് ചെയ്യേണ്ടത് ഈ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് F7 പോണിനെ വെട്ടിയെടുക്കുന്നു. ഈ പൊസിഷനിൽ ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റ് അടുത്തതായിട്ട് നൈറ്റിനെ E6ലേക്ക് കൊണ്ടുവരികയും ഈ ക്യൂവിനെ വെട്ടിയെടുക്കുന്നതുമാണ്. നമുക്കറിയാം ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ക്യൂവിനെ വെട്ടിയെടുക്കാൻ സാധിക്കും. ഇവിടെ ബ്ലാക്കിന് വേണമെങ്കിൽ ഈ കിങ് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ പോലും വൈറ്റിന് അടുത്തതായിട്ട് നൈറ്റിനെ E6ലേക്ക് കൊണ്ടുവരാവുന്നതാണ്. വീണ്ടും ഈ ക്യൂവിനെതിരെ അറ്റാക്ക് നൽകുന്നു. ഈ ക്യൂവിനെ രക്ഷിക്കണമെങ്കിൽ ബ്ലാക്ക് കിങ് കൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സംഭവിച്ചാൽ ഉടനെ തന്നെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് D5ൽ ചെക്ക് നൽകാവുന്നതാണ്. ഈ കിങ്ങിന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ക്വയർ F5 സ്ക്വയർ ആണ്. അതിനുശേഷം ഈ റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വൈറ്റ് G4ലേക്ക് പോണിനെ പുഷ് ചെയ്ത് ചെക്ക് നൽകുന്നു. ബ്ലാക്കിന് ഇത് വെട്ടിയെടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം റൂക്ക് ഉപയോഗിച്ച് G1ൽ ചെക്ക് നൽകുന്നു. വൈറ്റിന് ഈ കാണുന്ന 3 പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് വെറും 3 മൂവുകളിൽ ഈ ഗെയിം വിജയിക്കാവുന്നതാണ്. ഈ ഗെയിം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.